മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന റവറൻ ഡോക്ടർ ജേക്കബ് തെക്കേപ്പറമ്പ് തന്നെയാണ് ഇന്നും നമ്മുടെ അതിഥി. സിറിയെക്കുറിച്ചും സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നൽകിയ എപ്പിസോഡിന് പ്രേക്ഷകർ തന്ന നല്ല പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദി. നമുക്കിപ്പോൾ ജേക്കബ് അച്ഛനിലേക്ക് തന്നെ തിരികെ വരാം. ജേക്കബ് അച്ഛ, കഴിഞ്ഞയാഴ്ച ഹൃദയപൂർവ്വം പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ സെഷനിൽ സിറി ആസ് എ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മേഖല കുറച്ചുകൂടി വ്യക്തമാക്കി കൊടുക്കും എന്നാണ്. എന്നാൽ അതിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് വൈദികർക്കും സന്യസ്തർക്കും ബ്രദേഴ്സിനും മാത്രമാണോ, അതോ വെദർ ഇറ്റ് ഈസ് ഓപ്പൺ ടു ദി ഓൾ വേൾഡ്? സുറിയാനി സഭകൾക്ക് ഓരോ സഭയ്ക്കും അവരുടേതായിട്ടുള്ള സെമിനാരികളുണ്ട്, അല്ലെങ്കിൽ മൽപ്പനേറ്റ് പണ്ടുണ്ടായിരുന്നു. അഭ്യസ്തവിദ്യരായിട്ടുള്ള സുറിയാനി മൽപ്പാന്മാർ കുറേ പേരെ എടുത്ത് സുറിയാനിയും അതുപോലെ തന്നെ സഭാ നിയമങ്ങളും അതുപോലെ തന്നെ സുറിയാനി സംഗീതങ്ങളും ഒക്കെ പഠിപ്പിച്ച് ആയിരുന്നു ഫോർമേഷൻ. അതിനുശേഷം സെമിനാരികൾ തുടങ്ങി. സെമിനാരികളിൽ സാധാരണ അഡ്മിറ്റ് ചെയ്യുന്നത് വൈദിക വിദ്യാർത്ഥികളെയാണ്, അല്ലെങ്കിൽ അച്ഛന്മാരായിട്ടുള്ളവരെ. എന്നാൽ ഒരു അൽമായന് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തെപ്പറ്റി പഠിക്കണം, ഗവേഷണം നടത്തണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അതിന് തുറന്ന കവാടമുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിലില്ല, കേരളത്തിലുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു സുറിയാനി പഠനം എന്നുള്ളത്. കാരണം ഏതാണ്ട് 10 മില്യണോളം ആളുകൾ സുറിയാനി പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, 7 സഭകളിലായിട്ട്. ഇവർക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്, വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു പാരമ്പര്യം. നമ്മുടെ മലയാള ഭാഷയ്ക്ക് തന്നെ മുതൽക്കൂട്ടായേക്കാവുന്ന പല കൃതികളും വിവർത്തന സാഹിത്യത്തിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ സാഹിത്യത്തേക്കും പുലർത്താനൊക്കെയുള്ള ഒരു വലിയ സ്രോതസ്സാണ് വാസ്തവത്തിൽ സിറി എന്നുള്ളത്. അതുകൊണ്ട് ആർക്കു വേണേലും വന്ന് പഠിക്കത്തക്കവണ്ണം ഇതിൻ്റെ കവാടങ്ങൾ ആരംഭം മുതലേ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്നും അത് തുറന്നിട്ടിരിക്കുകയാണ്, ആർക്കു വേണമെങ്കിലും വരാം. ഇപ്രകാരം ഈ പറയുന്ന ഒരു സന്യസ്തരുടെയും വൈദിക വിദ്യാർത്ഥിയുടെയും ഗ്രൂപ്പിന് പുറമെ അൽമായരായിട്ട് അനേകം പേര് ഇവിടെ പഠിച്ചു പോയിട്ടുണ്ടോ? കുറേ പേര് പഠിച്ചു പോയിട്ടുണ്ട്. കൂടുതലും വൈദിക വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെയാണ്. പക്ഷേ അൽമായരൊക്കെ വന്നിട്ടുണ്ട്, പ്രായം ചെന്ന ആളുകൾ വരെ വന്നിട്ടുണ്ട്. ഈ ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു സ്നേഹിതൻ, അദ്ദേഹം യാക്കോക്കാരനാണ്, അടുത്തുള്ള സിംഹാസനപ്പള്ളിയിൽ നിന്നും മറ്റുള്ളവരോടൊപ്പം ചെറുപ്പക്കാരോടൊപ്പം വന്ന് പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം വെറുതെ പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളൊരു കോഴ്സല്ല, ഇത് എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ഒരു കോഴ്സാണ്. സ്ത്രീകളും അതിൻ്റെ അകത്ത് മുൻപോട്ട് വന്നിട്ടുണ്ട്, അൽമായരായിട്ട് ഉള്ളവരും വന്നിട്ടുണ്ട്. ഇങ്ങേറ്റം ഒരു ഹൈന്ദവ സഹോദരൻ വന്ന് അക്ഷരങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട അദ്ദേഹവും ഇവിടെ വന്ന് അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത് ആർക്കു വേണേലും ഇവിടെ വന്ന് സുറിയാനി പഠിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചൈനയിൽ നിന്നുള്ള ഒരു വ്യക്തി സുറിയാനി അഭ്യസിക്കുന്നുണ്ട്. അതുപോലെ വിദേശത്ത് നിന്ന് എന്തുമാത്രം സ്റ്റുഡൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗപ്പെടുത്തി? ഇപ്പോൾ ചൈനയിൽ നിന്ന് വൂജിൻ എന്ന് പറയുന്ന ഹെബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഡിഗ്രി എടുത്ത് നമ്മളുടെ എംബസി വഴി സ്റ്റുഡൻറ്റ് വിസായും ഒക്കെ നേടിയിട്ട് വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ ദിവസങ്ങൾ നടന്നിരിക്കുകയാണ്. അദ്ദേഹം ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞു, കുറേയൊക്കെ ഇംഗ്ലീഷ് പറയും. കാരണം ചൈനയിൽ നിന്നും ഒരാൾ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കസിനെ പഠിപ്പിക്കാൻ മുതിരുന്നത് പോലെയാണ്. കാരണം AD 586 മുതൽ ചൈനയിലും ഉണ്ടായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ.
ഓക്കെ. നമുക്കിവിടെ ഇല്ലാത്തതിനെക്കാട്ടിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ അവിടെ സിയാൻഫു എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അത് അവിടുത്തെ രാജാവ്, ചൈനീസ് എംപറർ ഒരു എഡിക്റ്റായി പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: യു ആർ അലൗഡ് ടു ടീച്ച് യുവർ ലൂമിനസ് റിലിജൻ ഇൻ ചൈന. അത് ചൈനീസ് ഭാഷയിലാണ് അതിൻ്റെ ഈ എഡിക്റ്റ് എങ്കിലും അത് സൈൻ ചെയ്തിരിക്കുന്നതെല്ലാം സുറിയാനിയിലാണ്, ക്ലാസിക്കൽ സുറിയാനിയിൽ. മത്തായി കോറപ്പിസ്കോപ്പോ, യൂഹാനോൻ കോറപ്പിസ്കോപ്പോ എന്നൊക്കെ ആർക്ക് വേണേലും ഇത് വായിക്കത്തക്കവണ്ണം. അത് സിയാൻഫു എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ ആർക്ക് വേണേലും അത് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പി നമ്മുടെ ഇവിടെ നമ്മുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ചൈനയിൽ നിന്നൊരാൾ വരിക എന്നുള്ളത് വളരെയധികം നമുക്ക് പ്രസക്തമാണ്. പണ്ട് ഇവിടെ നിന്നും ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഒരു വൈദികനോ ചൈനയിൽ പോയിരുന്നതായിട്ടൊക്കെ ട്രഡീഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചൈനയിൽ ഉള്ള ക്രിസ്ത്യാനികളും കേരളത്തിലുള്ള ക്രിസ്ത്യാനികളും ഏതാണ്ടൊക്കെ ഒരേ മെട്രോപൊളിറ്റന് കീഴിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പാരമ്പര്യവും ചരിത്രമാണ്. അപ്പം അത് പിന്നെ ചൈനയിൽ മാത്രമല്ല, ഇറ്റലിയിൽ നിന്നും എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം അത് സൂചിപ്പിച്ചിരുന്നു. ഫാദർ ലോറൻസോ ആൻഡ് സിസ്റ്റർ മേരി മാഗ്ദലൻ അവരിവിടെ MA പഠിച്ചു. അതിനുശേഷം PhD എടുത്ത് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അവർ ഇന്ത്യൻ സിറ്റിസൻസായിട്ട് ഈ അടുത്ത നാളിൽ അവർക്ക് പെർമിഷൻ കിട്ടുകയും ചെയ്തു. നാച്ചുറലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ പൈതൃകത്തെ സ്നേഹിക്കുന്ന പലരുണ്ട്. പിന്നെ എത്യോപ്യ എന്നൊരാൾ, ഒരു സഹായി ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇവിടെ പഠിച്ച് MAക്ക് ശേഷം പിന്നീട് അവരുടെ ഗേസ് ലാംഗ്വേജിൽ കൂടുതൽ പഠിക്കുന്നതിനായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം എത്യോപ്യയിൽ നിന്നാണ്. തന്നെയുമല്ല, എത്യോപ്യയിൽ നിന്നുള്ള ഒരു റിസർച്ച് സെൻറ്റർ അവിടെ സ്ഥാപിച്ചു. അതിനുവേണ്ടി അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടി കൂടിയാണ് സഹായിയെ കൊണ്ടുപോയത്. ആ സ്ഥാപനം തന്നെ OFM ഫാദേഴ്സ് തുടങ്ങിയത് സീറിയുടെ മോഡലിലാണ്. അവിടെയും കാരണം ഈ ഗേസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു 60% സെമിറ്റിക്കാണ്. അപ്പം ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നറിഞ്ഞ് ഫാദർ ദാനിയൽ അസഫ നമ്മളുടെ ബ്രോഷറും ഒക്കെ മേടിച്ച് ഏതാണ്ട് അതുപോലെ ആണ് ഇപ്പോൾ ഒരു റിസർച്ച് സെൻറ്റർ അവിടെ സ്ഥാപിച്ചുള്ളത്. അതിൻ്റെ ഇനോഗ്രേഷനും അതുപോലെ തന്നെ ആദ്യം അവിടെ നടത്തിയ ഇൻ്റർനാഷണൽ സെമിനാറിലുമൊക്കെ സംബന്ധിക്കുന്നതിനും എനിക്ക് ഇടയായിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ യു ഓൾറെഡി ടോൾഡ് ദാറ്റ് ദ ഡോട്ട്സ് ഓഫ് സീറി ഇസ് വൈഡ്ലി ഓപ്പൺ ടു ഓൾ ദ വേൾഡ്. അതുകൊണ്ടാണല്ലോ ഇത്ര ഇൻ്റർനാഷണൽ ഒരു ടൈപ്പ് നമുക്ക് ഉള്ളത്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ ഏതെല്ലാം കോഴ്സുകളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്നത്? ആദ്യം മുമ്പേ സൂചിപ്പിച്ചതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഷോർട്ട് കോഴ്സസ് ആണ്. അന്ന് MG യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ടൈപ്പൊന്നുമില്ല. 85-ൽ നമ്മൾ തുടങ്ങി, 95-ലാണ്, 10 കൊല്ലത്തിന് ശേഷമാണ് ഈ ടൈപ്പ് വരുന്നത്. ഓക്കെ. അതിനു മുമ്പ് ഇൻഡിവിജ്വൽ കോഴ്സസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. വെക്കേഷൻ പീരീഡ്സിൽ അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് പരമായിരുന്നു. അതായത് ഈ MTH അതുപോലെ തന്നെ റോമിൽ പിന്നെ ഡോക്ടറേറ്റിനൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന ചിലരൊക്കെ ഇവിടെ വന്ന് പഠിക്കുമായിരുന്നു ഇൻഡിവിജ്വലായിട്ട്. പിന്നെ ഉണ്ടായിരുന്ന ഒരു കോഴ്സ് ഈ SCC എന്ന് പറയുന്ന തലക്കെട്ടിൽ ഞങ്ങൾ തുടങ്ങി, സീറി കറസ്പോണ്ടൻസ് കോഴ്സ്. ഇത് 9 കോഴ്സുകളായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കോഴ്സ് തന്നെ പ്രൊഫസർ സെബാസ്റ്റ്യൻ ബ്രോക്ക്, ദ ബൈബിൾ ഇൻ സിറിയക് ട്രഡീഷൻ. ഇതൊരു ചെറിയ ബുക്ക്ലെറ്റാണ്. പക്ഷേ ഇത് വായിച്ചാൽ സുറിയാനി ബൈബിൾ എങ്ങനെയാണ് സുറിയാനിക്കാർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇതിന് ഏതാണ്ട് 10-70 പേജ് 100 പേജ് ഉള്ളൂ. പക്ഷേ ഇത് വായിച്ച് ഒരു കോഴ്സ് പോലെ അതിനുശേഷം ഇതിൻ്റെ അവസാനം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് മറുപടി പറയുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു. അപ്പം SCC സീറി കറസ്പോണ്ടൻസ് കോഴ്സ്. അങ്ങനെ
9 വിഷയങ്ങളാണ് എടുത്തിരുന്നത്. ഒന്ന് ബൈബിൾ ഇൻ സിറിയക് ട്രഡീഷൻ, രണ്ട് സ്പിരിച്വാലിറ്റി ഇൻ സിറിയക് ട്രഡീഷൻ, ഗുന്തർ ദാറ്റ് ഈസ് ഓൾസോ സെബാസ്റ്റ്യൻ ബ്രോക്ക്. മൂന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ ടു ദ സിറിയക് ലിറ്റററി, പാർട്ട് 1 ഗീവറീസ് പണിക്കർ ആൻഡ് പാർട്ട് 2 ജേക്കബ് വെളിയാൻ. നാലാമത്തത് The Mother of God in the Syriac Tradition. This book is written by Samuel Thaikootam. Yeah. അഞ്ചാമത്തേത് നമ്മുടെ സൂറായ് സഭയുടെ മേലധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ മാർ അപ്രൈം എഴുതിയിട്ടുള്ളതാണ്. മാർ അപ്രൈം തിയോളോജിയൻ ആൻഡ് പോയറ്റ്. അപ്പം നമ്മുടെ സ്ഥാപക പിതാവായിട്ടുള്ള മാർ അപ്രൈമിനെ പറ്റി പെട്ടെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ഈ പുസ്തകം വളരെയധികം നല്ലതാണ്. ഇതിനും ധാരാളം ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. ആറാമത്തെ ടോപ്പിക്ക് സീരി കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്നത് ദ ചേർച്ച് ഇൻ ദി സിറിയക് ട്രഡീഷൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഗീവർഗീസ് പണിക്കർ. ഡോക്ടർ ഗീവർഗീസ് പണിക്കർ നമുക്ക് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മാർ ഇവാനിയോസ് തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. മാർ ഇവാനിയോസ് തിരുമേനി അദ്ദേഹത്തെ സുറിയാനി പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞാൽ തിരുമേനി പല പരിപാടികൾക്കും പോയേച്ച് തിരിച്ചു വരുമ്പോൾ ചിലപ്പം പാതിരായൊക്കെ ആകും. എങ്കിൽ തന്നെയും പാതിരായ്ക്കാണെങ്കിലും അവിടെ ഉറങ്ങുന്ന ബ്രദേഴ്സിനെ വിളിച്ചുണർത്തി സുറിയാനി പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതുപോലെ തീക്ഷ്ണതയുള്ള ഒരു പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളിന് ഈ സ്ഥാപനം തുടങ്ങിയ അവസരത്തിൽ തന്നെ ഇങ്ങോട്ട് വരുവാൻ താല്പര്യമുണ്ടായി. കാരണം ആലുവ സെമിനാരിയിൽ റെക്ടറായതിനു ശേഷം എങ്ങോട്ട് പോകണം എന്ന് അച്ഛൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്ന് ഐസക് തിരുമേനിയാണ് നമ്മുടെ തിരുവല്ല രൂപതയിൽ. അപ്പം പണിക്കരച്ചൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആർച്ച് ബിഷപ്പാണ് കൽക്കട്ടയിൽ സെമിനാരിയിൽ ഉള്ളത്. അപ്പം അങ്ങോട്ട് വരുവാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഐസക് തിരുമേനിയോട് പറഞ്ഞു, അങ്ങോട്ട് അച്ഛൻ പോകാനായിട്ട് അനുവദിക്കരുത്, അതിന് പകരം സീറിയയിലേക്ക് വരുവാൻ. അപ്പം 1987 മുതൽ പണിക്കരച്ചൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവാനിയോസ് തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്നുള്ള വിധത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കെട്ടിടം വിപുലീകരിക്കുന്നതിന് അച്ഛൻ്റെ കഴിവനുസരിച്ച് അച്ഛൻ നല്ലൊരു തുക ഈ സീറിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ അച്ഛന് വളരെയധികം കാര്യമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. പിന്നെ ഏഴാമത്തെ പുസ്തകം ജോർജ് ഗുന്തർ ബ്ലൂം, മിസ്റ്റിസിസം ഇൻ ദ സിറിയക് ട്രഡീഷൻ. ഇത് ഇദ്ദേഹം മാർബൂർഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മാർബൂർഗിൽ നിന്നും പ്രൊഫസർ ഹാഗെ ഇവിടെ വന്ന് ഒരു ലെക്ചർ സീരീസ് നടത്തി. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് വന്നതാണ് ജോർജ് ഗുന്തർ ബ്ലൂം. ഈസ് എ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ but very much interested in Syriac tradition, and he was also ecumenical because he brought some money to help the construction of one of the churches in Batheri diocese. Okay. So you see, not only the courses is ecumenical, but also the growth of the church is ecumenical. MG യൂണിവേഴ്സിറ്റിയുടെ ഒരു റീജിയണൽ സെൻ്ററായിട്ട് കൂടി ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു ചോദ്യം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊഫസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന ഡിഗ്രീസൊക്കെ ഉള്ളവരെ ഗസ്റ്റ് ലെക്ചറേഴ്സായിട്ട് വിളിക്കുന്നതിന് ഡയറക്ടർ ഓഫ് സീറിക്ക് അവകാശമുണ്ട്. എന്നാൽ ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള ഒരു പ്രൊവിഷൻ ഇല്ല. യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റിക്ക് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതേസമയത്ത് യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള ഒണറാറിയം കൊടുത്ത് ഇത് ഈ സ്ഥാപനം ഈ പഠിപ്പിക്കൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഫസേഴ്സിനെയോ ലെക്ചേഴ്സിനെയോ ഒക്കെ വിളിക്കുന്നത്
ഈ ഡയറക്ടർ ഓഫ് സിറി തന്നെയാണ്. യൂണിവേഴ്സിറ്റി പറയുന്ന മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. മറ്റൊരു ചോദ്യം കൂടി, ഒരു ജോബ് ഓറിയൻറ്റേഷൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഒരു കൾച്ചറൽ ഓറിയൻറ്റേഷൻ ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലും ഇവിടെ ഡിഗ്രി കോഴ്സും മറ്റ് ബിരുദങ്ങളും കഴിഞ്ഞ് ഇറങ്ങുന്ന വ്യക്തികൾക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലിക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ സ്ഥാപനോദ്ദേശം തന്നെ അന്നത്തെ സുറിയാനി പ്രൊഫസേഴ്സിന് വേണ്ട വിധത്തിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാനാണ്. ആ ഒരു വിധത്തിൽ ഉള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴും സിറി പ്രവർത്തിക്കുന്നത്. യോഗ്യരായിട്ടുള്ള MA കാൻഡിഡേറ്റ്സിൽ നിന്നും കോളേജുകളിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇപ്പോൾ പഠിപ്പിക്കുന്നവരെല്ലാം തന്നെ ഇവിടെ നിന്നും MA ഡിഗ്രി എടുത്തിട്ടുള്ളവരാണ്. അപ്പം ഇവരെല്ലാം പിരിയുന്ന അവസരത്തിൽ ഇനിയും ആർക്കെങ്കിലും അവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ ഈ സിറിയിൽ കോച്ച് ചെയ്യുന്ന MG യൂണിവേഴ്സിറ്റിയുടെ MA സിറിയക് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോലി ലഭിക്കുകയുള്ളൂ. അല്ലെ ഇന്ത്യയിൽ വേറൊരു സ്ഥാപനമില്ല സുറിയാനിയിൽ MA ഡിഗ്രി പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കൊടുക്കാനോ. അപ്പോൾ MG യൂണിവേഴ്സിറ്റി ഈസ് ദ ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് സിറി വഴിയാണ് ഇത് ഇവരെ കോച്ച് ചെയ്യുന്നത്. പക്ഷേ MG യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് MG യൂണിവേഴ്സിറ്റിയുടെ ഈ MA ഇൻ സിറിയക് ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും സുറിയാനി പഠിപ്പിക്കാനുള്ള അത്യാവശ്യത്തിനുള്ള ഡിഗ്രിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വളരെ ജോബ് ഓറിയൻറ്റഡ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതേ സമയത്ത് പഠിക്കുന്നവരെല്ലാം ഈ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ല. ഒരു 40% പഠിക്കുന്നത് ഈ കൾച്ചറൽ എൻറിച്ച്മെൻറ്റിന് വേണ്ടിയാണ്. കാരണം സിറിയക് പൈതൃകം വളരെയധികം ധന്യതയുള്ള വളരെയധികം പഴക്കമുള്ള ഒരു ഹെറിറ്റേജാണ്. അപ്പോൾ ഇത് പഠിക്കുക, അതിൽ നിന്നും നമ്മുടെ നാടിന് പ്രയോജനമുള്ള വിധത്തിൽ വിവർത്തന സാഹിത്യമൊക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ സഭാതലത്തിലാണെങ്കിലും തിയോളജി, ലിറ്റർജി, കാനൻ ലോ, അതുപോലെ തന്നെ ബൈബിൾ, ബിബ്ലിക്കൽ തിയോളജി, ഇതൊക്കെ ശരിയായിട്ട് നമ്മുടെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കണമെങ്കിൽ ഒരു ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് ആവശ്യമാണ്. ഏത് സിറിയക് ടെക്സ്റ്റ് കണ്ടാലും അത് വിവർത്തനം ചെയ്യാനും വ്യാഖ്യാനിക്കാനുമുള്ള ഒരു കഴിവാണ് ഇവിടെ നിന്നും വിദ്യാർത്ഥികൾ നേടേണ്ടത്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ കോഴ്സുകളെല്ലാം വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ കേട്ടിടത്തോളം വിദേശത്ത് നിന്ന് സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിച്ചാൽ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഈ MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഡിഗ്രി കൊണ്ട് അവർക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ശരിയാണ്. അത് ഇറ്റ് വിൽ ബി കൗണ്ടഡ്. ഓക്കെ. ഇപ്പം ഒരു രാജ്യത്തിൽ നിന്നുള്ള ഡിഗ്രി എല്ലാം വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ചിലതൊക്കെ എക്വിവലൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കോഴ്സുകളൊക്കെ ഇറ്റ് വിൽ ബി കൗണ്ടഡ്. മേ ബി കുറച്ച് ക്രെഡിറ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ കൂട്ടാനും ഒക്കെ സംവിധാനം. സോ MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ആണെങ്കിലും സിറിയുടെ സ്ഥാപനത്തിൻ്റെ മാത്രമായിട്ടുള്ള ഡിപ്ലോമ ആണെങ്കിലും ഇതെല്ലാം പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ കുറേയൊക്കെ വാലിഡിറ്റി ഉണ്ട്. ചിലത് നേരിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ MA കഴിഞ്ഞതിന് ശേഷം കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസിൽ പോവുകയാണെങ്കിൽ നേരിട്ട് ഡോക്ടർ പ്രോഗ്രാമിന് ചേരാം. കാരണം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്കുള്ള മിക്കവാറും തിയോളജിക്കൽ സബ്ജക്ട്സ് എല്ലാം തിയോളജി എന്നുള്ള പേരിലല്ല ഇവിടുത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി എങ്കിലും ഇത് ഇവിടുത്തെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പം ബൈബിൾ ഇൻ സിറിയക് ട്രഡീഷൻ, Syriac fathers like Saint Ephraim or Jacob of Saruk and their writings, or Narsai, or liturgical literature in Syriac tradition, canonical literature in Syriac tradition, legal literature in Syriac tradition, church history. So ഇതെല്ലാം വാസ്തവത്തിൽ വേറെ ഏത് മാസ്റ്റർ പ്രോഗ്രാമിനും പോയാൽ കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഡിഗ്രി വാസ്തവത്തിൽ പുറത്ത് പഠിക്കുന്നതിന് വളരെയധികം സഹായിക്കും.
ഒത്തിരി നന്ദി. കാരണം ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു എനിക്ക്. അൽമായരായ സഹോദരങ്ങൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് ദേ ആർ എൻറിച്ചിങ് ദിയർ കൾച്ചർ അറ്റ് ദ സെയിം ടൈം. അതേ സമയത്ത് തന്നെ അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കൂടി, ഡയറക്ടർ എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു സ്വപ്നം അച്ഛന് വീണ്ടും കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ചിന്ത എന്താ? ഇതിൻ്റെ ഭാവി ഇത് വളരണം. ഒരു സെമിറ്റിക് ലാംഗ്വേജസ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനം പോലെ ഇത് വളരണം. ചിലപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വിധത്തിൽ. പക്ഷേ അതിന് അത്യാവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നമുക്ക് ആവശ്യമാണ്. നല്ലതുപോലെ പഠിച്ച ഒരു 10-20 പേരെങ്കിലും പുറത്തു നിന്നും നമ്മുടെ ഇവിടെ നിന്നും വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വളർച്ചകൾ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇത് ഒരു ഭാവിയിൽ ഒരു യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെയോ ഒക്കെ ആക്കാം. പക്ഷേ അതെല്ലാം ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉള്ള റെക്കഗ്നീഷനെ ആശ്രയിച്ചാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നും സ്റ്റാഫ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരാൻ സാധിക്കും, യാതൊരു സംശയമില്ല. ഒരു ചെറിയ ചോദ്യം. കാരണം ഇപ്പോൾ സ്കൂളുകളിൽ അറബി പഠിപ്പിക്കുന്നുണ്ട്, സാൻസ്ക്രിറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സിറിയക്ക് ഫോസ്റ്റർ ചെയ്യാനായിട്ട് എന്തുമാത്രം താല്പര്യം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അച്ഛൻ്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് പണ്ടേ ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിരുന്നു. അതായത് മാർ ഇവാനിയോസ് തിരുമേനിയുടെ കാലം മുതലേ സ്കൂള് മുതൽ വാസ്തവത്തിൽ സുറിയാനി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. SSLCക്ക് ഹിന്ദിയും ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മരിച്ചുപോയ ഡൊമിനിക് ഓഡാലിലച്ചൻ, അച്ഛൻ്റെ കാര്യം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അച്ഛൻ SSLCക്ക് സുറിയാനിയാണ് എടുത്തിരുന്നത്. അപ്പം നമ്മുടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഇൻ ട്രിവാൻഡ്രം, പയസ് ദ 10th ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആണെന്ന് തോന്നുന്നു ഇപ്പം, കറ്റാനം, അവിടെ എല്ലാം സുറിയാനി പഠിക്കാനുള്ള സംവിധാനം, പ്രോഗ്രാം ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിന്നുപോയത് പഠിപ്പിക്കുന്നവരുടെയും പഠിക്കാൻ വരുന്നവരുടെയും താല്പര്യക്കുറവ് കൊണ്ടും ഒക്കെ കൂടിയാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇനിയും അത് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെ നമ്മൾ ഈ ഒരു ഭാഷാ സാഹിത്യം പഠിച്ച് കേരളത്തിന് പ്രയോജനകരമാകത്തക്ക വിധത്തിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം. കാരണം മ്യൂസിക്കൽ ട്രഡീഷൻ എടുത്തു, സംഗീത പാരമ്പര്യം, സുറിയാനി പാരമ്പര്യം വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗീത പാരമ്പര്യമാണ്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മ്യൂസിക്കൽ ട്രഡീഷനാണെന്നൊക്കെ സുറിയാനിക്കാർ അഭിമാനം കൊള്ളുന്നുണ്ട്. ഇതുപോലെ ബൈബിൾ ഈ സംഗീതത്തിലൂടെ, അതുപോലെ തന്നെ പാട്ടുകളിലൂടെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യം വാസ്തവത്തിൽ മറ്റു പല പാരമ്പര്യങ്ങളിലും ഇല്ല. അത് ഈ അടുത്ത നാളിലും സെബാസ്റ്റ്യൻ ബ്രോക്ക് പറയുകയുണ്ടായി. അതായത് ബൈബിൾ വ്യാഖ്യാനങ്ങൾ പാട്ടുരൂപത്തിൽ കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് ഈ സുറിയാനി പാരമ്പര്യം. അപ്പോൾ അത് നമ്മുടെ ഒരു കാവ്യ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ഈ കാവ്യങ്ങൾ പെരുന്നാൾ അവരുടെ അമ്പലത്തിലെ ഉത്സവങ്ങളിലും അതുപോലെ തന്നെ മറ്റവസരങ്ങളിലും ഒക്കെ ചൊല്ലി, അങ്ങനെയാണ് ഒരു പാരമ്പര്യവും ഒരു സംസ്കാരവും ഉണ്ടാകുന്നത്. അപ്പോൾ സുറിയാനിക്കാർ അവരുടെ പള്ളികളിൽ കേട്ട പാട്ടുകളൊക്കെ കുറേയൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള വിധത്തിൽ നമ്മുടെ മലയാള ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും ഉതകുന്ന വിധത്തിൽ ഒരു വിവർത്തന സാഹിത്യം കൊണ്ടുവരേണ്ടത് ക്രിസ്ത്യാനികളുടെ കടമയാണ്. പ്രത്യേകിച്ചും സുറിയാനി ക്രിസ്ത്യാനികളുടെ കടമയാണ്. അപ്പം അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് അംബാസഡർ ഈ സ്ഥാപനം സന്ദർശിക്കുകയുണ്ടായി. ആ അവസരത്തിൽ നമ്മുടെ ലൈബ്രറിയിൽ വെച്ച് മനോരമ അയച്ച ഒരു ജേർണലിസ്റ്റുണ്ട്, ഒരു യങ് ലേഡി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ്
ഞാൻ കേരളത്തിലെ യുവാക്കന്മാരോട് യുവതികളോടും ഒക്കെ പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞു എല്ലാവരും സുറിയാനി പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ആ ജേർണലിസ്റ്റ് അങ്ങ് അന്താളിച്ചു നിന്നുപോയി. ഇങ്ങനെയൊരു ഉടനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്റ്റുഡൻ്റായിരുന്നപ്പോൾ 5 കൊല്ലം ലത്തീൻ പഠിച്ചു, അതുകൊണ്ടാണ് ഞാൻ അംബാസഡറായത്. കേരളത്തിലെ യുവാക്കന്മാരും യുവതികളും ഇപ്പം എൻജിനീയറിങ്ങിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലോകത്തിലുമാണ്. അവരുടെ മനസ്സ് വളരുന്നില്ല. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതോടുകൂടി പുതിയൊരു ചക്രവാളം, പുതിയൊരു ലോകം അവരുടെ മുമ്പിലുണ്ടാകുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുറിയാനി അതുപോലെ തന്നെ സംസ്കൃതം ഇങ്ങനെയുള്ള ഭാഷകളെല്ലാം പഠിക്കാൻ യുവാക്കന്മാരും യുവതികളും മുന്നോട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അതിനെ സാധൂകരിക്കുകയും ചെയ്തു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ജേക്കബ് അച്ഛനെ മൽപ്പോനോ റാബോ, ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൻ ദാറ്റ് മീൻസ് ദ ഗ്രേറ്റ് ടീച്ചർ എന്ന വലിയ പദവി നൽകി ആദരിക്കുകയുണ്ടായി. അതുപോലെ ഫ്രഞ്ച് ഗവൺമെൻറ് അച്ഛന് ഷെവലിയർ പട്ടം തന്ന് അവിടെ ആദരിക്കുകയുണ്ടായി. ഫ്രഞ്ച് ഗവൺമെൻറ് ഇപ്രകാരം ഒരു വലിയ പദവി അവിടെ ആ നാട്ടിൽ അച്ഛന് തരണമെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ സുറിയാനി ഭാഷയോടുള്ള ഇത്രമാത്രം വലിയൊരു പ്രതിബദ്ധതയാണ് എന്ന് വിചാരിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? ആദ്യമായിട്ട് മൽഫോനോ റാബോ എന്നുള്ള ടൈറ്റിൽ തന്നത് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ബസേലിയോസ് കർദിനാൾ തിരുമേനിയുടെ ഇനീഷ്യേറ്റീവിലാണ്. അതുപോലെ തന്നെ അതിന് സഹായിച്ചത് സിറിയൻ കാത്തലിക് ചർച്ചിൻ്റെ പേട്രിയാർക്കായിട്ടുള്ള യൂനാൻ ദ തേർഡ് ഇവിടെ 8ാമത്തെ ലോക സുറിയാനി സമ്മേളനം ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നു. ആ അവസരത്തിലാണ് ഈ മൽഫോനോ റാബോ എന്നുള്ള ടൈറ്റിൽ തന്നത്. അത് ഇവിടെ അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: മൽഫോനോ റാബോ ദ ഈദോത്തോ സുറിയോയോത്തോ, ഗ്രേറ്റ് മൽപ്പാൻ ഓഫ് സിറിയക് ചർച്ചസ്. അങ്ങനെയാണ്. കാരണം ഇവിടെ എല്ലാവരും വരുന്നുണ്ടല്ലോ, എല്ലാ സഭകളിൽപ്പെട്ടവരും. പിന്നെ ഷെവലിയർ ടൈറ്റിൽ തന്നത് ഫ്രാൻസിൽ വെച്ചല്ല, ഇവിടെ വെച്ചാണ്. അന്നത്തെ പോണ്ടിച്ചേരിയിലെ കോൺസുൽ ജനറലായിരുന്ന ഫ്രഞ്ച് കോൺസുൽ ജനറലായിരുന്ന ഫൂർണിയെ കേരളം ആദ്യം സന്ദർശിച്ചപ്പോൾ എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം പോണ്ടിച്ചേരിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും സീറിയയിൽ പോകണം, എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വരുന്നതനുസരിച്ച് പുള്ളി ഞങ്ങളെ നേരത്തെ അറിയിച്ചു. അന്ന് ഫ്രഞ്ച് സംസാരിക്കുന്ന ബേബി ഒറീസ് അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ്, അവരെല്ലാം വിളിച്ച ഒരു ചെറിയ ഒരു ഹൃദ്യമായിട്ടുള്ള സ്വീകരണം നൽകി. അന്നേരം ഈ നമ്മുടെ ലൈബ്രറിയൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഒത്തിരി ഫ്രഞ്ചിലുള്ള പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ ഒരു പുസ്തകം കണ്ടു, ഈ ദ സിറിയക് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് കേരള. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ അലൻ ദ റമു ആൻഡ് ഫ്രാൻസ്വാസ് ബ്രിക്കൽ ഷത്തോനെ, അതുപോലെ തന്നെ ജേക്കബ് തെക്കേപ്പറമ്പിൽ. അപ്പം കേരളത്തിലുള്ള എല്ലാ സുറിയാനി സഭകളിലും അന്ന് സന്ദർശിക്കാൻ പറ്റിയ ഏതാണ്ട് 50-ലധികം സിറിയക് ഇൻസ്ക്രിപ്ഷൻസ്, അതിൻ്റെ പടങ്ങളും അതിൻ്റെ വിവരണങ്ങളും അടങ്ങിയ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. അന്ന് തന്നെ അംബാസഡർ അന്ന് ഉമ്മൻചാണ്ടിയാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ. ഉമ്മൻചാണ്ടിയെ ഇവിടെ വെച്ച് അപ്പോയിൻമെൻ്റ് എടുത്തു. ഉടനെ ഉമ്മൻചാണ്ടി പറഞ്ഞു എറണാകുളത്ത് വരാൻ പറഞ്ഞു. എറണാകുളത്ത് അവർ ചെന്നപ്പോൾ കോട്ടയത്ത് വരാൻ പറഞ്ഞു. അവരവിടെ പോയി തിരിച്ചു വന്നു. അപ്പം വൈകിട്ടത്തേക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഈ പുസ്തകം കൊണ്ടാണ് അവർ പോയത്. അപ്പോൾ അന്ന് അവിടെ ആ പുസ്തകത്തിൽ വിവരിച്ചിരുന്ന എല്ലാ പള്ളികളിലും കയറി. ഇപ്പം നമ്മുടെ കുറവലങ്ങാട് പള്ളിയിലൊക്കെ കയറി അവിടെയുള്ള സിറിയക് ഇൻസ്ക്രിപ്ഷൻസൊക്കെ വായിച്ചു. അതൊക്കെ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ആ ഒരു ബഹുമാനം കിട്ടിയത് സീറിയുമായിട്ട് ഒരു നല്ല ശതമാനം ഫ്രഞ്ച് സ്കോളേഴ്സ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടുത്തെ കാറ്റലോഗ് സീറിയയിലെ ഏതാണ്ട് 50ഓളം
സുറിയാനി കയ്യെഴുത്ത് രേഖകളുണ്ട്. അതെല്ലാം മനോഹരമായിട്ട് കാറ്റലോഗാക്കി വിവരിച്ചത് ഫ്രഞ്ചിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിറിയക് ഇൻസ്ക്രിപ്ഷൻസ്. അപ്പം കേരളത്തിലുള്ള സുറിയാനി പള്ളികളെപ്പറ്റിയും അവിടെയുള്ള സിറിയക് ഇൻസ്ക്രിപ്ഷനെ പറ്റിയും നമ്മളെക്കാട്ടിൽ കൂടുതൽ അറിയാവുന്ന കുറച്ച് പേര് ഫ്രാൻസിലുണ്ട് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കൊളാബറേഷൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു ടൈറ്റിൽ അതിവിടെ വെച്ചാണ് തന്നത്. അതിനുവേണ്ടിയാണ് അംബാസഡറും അതുപോലെ തന്നെ കോൺസുൽ ജനറലും ഇവിടെ വന്നത്. ഓക്കെ, ഇനി അവസാനമായിട്ടൊരു കൊച്ചു ചോദ്യം കൂടി. അത് കാച്ചിക്കുറുക്കിയൊരു ചോദ്യമാണ്. ഞാനിപ്പോൾ ചോദിക്കുന്നത് ഇത്രയും വലിയ ആദരണീയനായ ഒരു വ്യക്തിയോടാണ്, ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ചുരുങ്ങിയ പറ്റുമെങ്കിൽ ഒറ്റ സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ പറയാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സീറി? ഈ സീറി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു രത്ന ചുരുക്കമല്ല. അതിൻ്റെ പേര് തന്നെ സുറിയാനിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സീറി അത് സുറിയാനിയുമായിട്ട് ഏതാണ്ടൊരു ഭാഷാപരമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പം സിറിയക് ലിറ്ററേച്ചർ പഠിക്കാനും അതുപോലെ തന്നെ അത് വിവർത്തനം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു സ്ഥാപനമാണിത്. അതാണ് ഇവിടുത്തെ വൊക്കേഷൻ. വേറെ പല ഭാഷകളും പഠിപ്പിക്കാനുള്ള പ്രോജക്റ്റുകൾ ഈ സിറിയയുടെ ആരംഭകാലത്ത് തുടങ്ങിയിരുന്നു. ജർമ്മൻ പഠിപ്പിക്കാമായിരുന്നു, അതുപോലെ തന്നെ അർമേനിയൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രീക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ലാറ്റിൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പുറത്തു നിന്നുമുള്ള സ്കോളേഴ്സ് വരുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ, ഷോർട്ട് കോഴ്സുകൾ ഓഫർ ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഇതാണ്. യൂണിവേഴ്സിറ്റിയുമായിട്ടും ഞങ്ങൾ അത് ഒരു കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ലെവലിൽ ഇങ്ങനെ ഒരു ഭാഷാ പഠനം ഇവിടെ നടത്താൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ച് ഞങ്ങൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. പക്ഷേ അന്നുണ്ടായിരുന്ന 1-2 ഈ വിഷനില്ലാത്ത സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അത് റെഫ്യൂസ് ചെയ്തു. ഏതായാലും സുറിയാനി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റ് ലാംഗ്വേജസ് അതിന് സഹായകമാകുമെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജസും പഠിപ്പിക്കും. ഓക്കെ, താങ്ക് യു അച്ഛാ. നമ്മുടെ സെഷൻ്റെ സമയം ഏതാണ്ട് തീരാറായി. അപ്പോൾ മലങ്കര കാത്തലിക് ടിവിക്ക് രണ്ടാമതും കിട്ടിയ അഭിമുഖത്തിന് ഒത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂ ഈ ഒരു സെഷനും കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ മലങ്കര കാത്തലിക് ടിവിക്ക് ഒരിക്കൽ കൂടി സീരിയയെക്കുറിച്ചുള്ള ഒരു പോർഷൻ കൊടുക്കുന്നുണ്ട്. അതിലും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ ഇത്രയും സമയം മലങ്കര കാത്തലിക് ടിവിക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രോഗ്രാമിന് വേണ്ടി അച്ഛൻ ചെലവഴിച്ച വിലയേറിയ സമയത്തിന് ഒത്തിരി നന്ദി. സിറിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയത്തിന് മലങ്കര കാത്തലിക് ടിവിക്കും അതിൻ്റെ സംഘാടകർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ചും സുനിലച്ചന് വളരെയധികം പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ പരിപാടി വിജയിപ്പിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. ഹൃദയപൂർവ്വം പരിപാടിയിൽ ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേപ്പറമ്പിലച്ചനുമായുള്ള അഭിമുഖം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത എപ്പിസോഡിൽ സീരിയയിൽ സുറിയാനി പാരമ്പര്യം കുടികൊള്ളുന്ന മനോഹരമായ ചാപ്പൽ, അതിലുപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങൾ, ഐക്കൺസ്, സുറിയാനി പദങ്ങൾ എന്നിവയുടെ വിശദീകരണവും വിപുലമായ സീരിയയുടെ ലൈബ്രറിയും മനോഹരമായ ക്യാമ്പസ് വിഷ്വൽസിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച കൃത്യം 10 മണിക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. നന്ദി.